ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ കോമ്പോണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വർഷം, അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ ബികോമിന് MG യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള ഈ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ കവർ ചെയ്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്സുകളിൽ ചെയ്തിരുന്നു. ഫൈനാൻസ്, അതിൻ്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു. ഫൈനാൻഷ്യൽ ലിറ്ററസി, അതിൻ്റെ റോള് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കോമ്പോണൻസ് ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകളിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ ആ ഒരു പിക്ചർ നിങ്ങളൊന്ന് കാണിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ക്ലാസ്സിലും നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നത്. വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റ് തന്നെയാണ്. നമുക്കിത് പഠിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പല യൂണിവേഴ്സിറ്റികളിലും 1ാം വർഷ ഡിഗ്രി ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ക്ലാസ്സുകൾ വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന സബ്ജക്റ്റിനായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിന് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സിലബസ് ജസ്റ്റ് മുഴുവനായിട്ടൊന്ന് കാണിക്കാം. നോക്കുക. ആദ്യം നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസി കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. അതിനുശേഷം ഫിനാൻഷ്യൽ നോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ MCQ ബേസ്ഡാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഡീറ്റെയിൽഡായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ MCQ ആണെന്നോർത്ത് അതിനെ സിമ്പിളായിട്ട് കാണരുത്. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഈ തന്നിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, തന്നിരിക്കുന്ന ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു അറിവ് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പോണൻസ് ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് നോളേജ് ഒരാൾക്ക് അയാളുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള അറിവുകളും ഫൈനാൻഷ്യൽ സ്കില്ലുകളും, അതായത് അതൊക്കെ വെച്ചുകൊണ്ടാണ് അവരുടെ ഫൈനാൻഷ്യൽ റിസോഴ്സസ്, മണി മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നടത്താൻ സാധിക്കുക. അപ്പോൾ മണി മാനേജ്മെൻറ്റ് എഫക്റ്റീവായിട്ട് നടത്താൻ സാധിക്കുന്ന തരത്തിൽ ഒരാളുടെ ഫൈനാൻഷ്യൽ സ്കില്ലും അവരുടെ നോളജും അതിനെയൊക്കെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മിനിമം അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കീ കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ പല സെക്ഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ബഡ്ജറ്റിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ബഡ്ജറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് എ പ്ലാൻ ഫോർ ഹൗ ടു സ്പെൻഡ് ആൻഡ് സേവ് മണി. നമ്മുടെ പണത്തെ എങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യണം, എത്രമാത്രം ചിലവഴിക്കേണ്ടതുണ്ട്, ഒപ്പം തന്നെ എത്ര പണം നമ്മൾ സേവ് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നടത്തുന്ന ഒരു പ്ലാനിനെയാണ്, ഫിനാൻഷ്യൽ പ്ലാനിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് ഇതൊക്കെയാണ്. ഇൻകം ട്രാക്കിങ്, അതായത് നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്ക് ഇൻകം കിട്ടുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്ക് സാലറി ഇൻകം ഉണ്ടാകാം, വേജസ് ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നതിൻ്റെ റിട്ടേൺ, പലിശ പോലുള്ള കാര്യങ്ങളായിരിക്കാം നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ഇൻകം ട്രാക്കിംഗ്, ഇൻകം മനസ്സിലാക്കുക എന്നുള്ളത് ബഡ്ജറ്റിങ്ങിൻ്റെ ഒന്നാമത്തെ എലമെൻ്റാണ്. അതിനുശേഷം നമ്മൾ എക്സ്പെൻസ് ട്രാക്കിങ്, നമുക്ക് എത്രമാത്രം എക്സ്പെൻസാണ് സാധാരണ ഉണ്ടാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം, മോണിറ്റർ ചെയ്യണം. ഒപ്പം തന്നെ ഓരോ എക്സ്പെൻസിനെയും നമ്മൾ തരംതിരിച്ച് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നമുക്ക് റെൻ്റ് ഇനത്തിൽ, നമുക്ക് വാടക ഇനത്തിൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ വീട്ടു സാധനങ്ങൾ വാങ്ങിച്ച തരത്തിൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, പെട്രോൾ അടിച്ചുള്ള എക്സ്പെൻസ്, അങ്ങനെ പലതരത്തിൽ നമ്മൾ ഈ സ്പെൻഡിങ്ങിനെ നമ്മൾ തരംതിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ ഇൻകം എക്സ്പെൻസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ എന്താണ്, അതായത് നമ്മൾ ചില ലക്ഷ്യങ്ങൾ, പണം ഉപയോഗിച്ച് ചെയ്യേണ്ട ചില ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ ഷോർട്ട് ടൈമിലേക്കുള്ളത്, ഒപ്പം തന്നെ ലോങ് ടൈമിലേക്കുള്ള ഫൈനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പണം വേണം, അല്ലെങ്കിൽ നമ്മളൊരു വീട് വെക്കാനോ വാങ്ങാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പണം വേണം, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിലേക്ക് നമ്മൾ ജോലി ചെയ്യുന്നത് നിർത്തുമ്പോൾ ആ റിട്ടയർമെൻറ്റ് ജീവിതകാലത്തേക്ക് നമുക്ക് പണം വേണമെങ്കിൽ അതും വേണം, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനുശേഷമാണ് ക്രിയേറ്റിംഗ് എ ബഡ്ജറ്റ് പ്ലാൻ. നമ്മുടെ കൈവശമുള്ള ഫണ്ടിനെ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പെൻസുകളിലേക്കും ഒപ്പം തന്നെ ഭാവിയിലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നതിലൊക്കെ ആയിട്ട് ഈ ഓരോ എമൗണ്ടുകളെ മാറ്റി വയ്ക്കുകയാണ്. അതാണ് ബഡ്ജറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ബഡ്ജറ്റ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ അത് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം, പിന്നീട് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. അപ്പോൾ റെഗുലറായിട്ട് നമ്മൾ ആ ബഡ്ജറ്റിനെ നമ്മൾ റിവ്യൂ ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം.
ദ ബഡ്ജറ്റ് ടു റിഫ്ലക്റ്റ് ചേഞ്ചസ് ഇൻ ഇൻകം, നമ്മുടെ ഇൻകത്തിലുണ്ടാകുന്ന വ്യത്യാസം, എക്സ്പെൻസിലുണ്ടാകുന്ന വ്യത്യാസം, നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളിലുണ്ടാകുന്ന വ്യത്യാസം, അതിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ബഡ്ജറ്റ് പ്ലാനിന്മേൽ നമ്മൾ അത്യാവശ്യം മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് അഡ്ജസ്റ്റിംഗ് ദ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബഡ്ജറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമുക്കിനി രണ്ടാമത്തെ, അതായത് ഫിനാൻഷ്യൽ ലിറ്ററസിയിലെ കോമ്പൗണ്ടിലെ രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കാം. സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണത്. ഇതിൽ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആർ എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് വെൽത്ത് ആൻഡ് അച്ചീവിങ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് സേവിങ്സ് ഉണ്ടാകണം. നമ്മുടെ കൈവശമുള്ള സേവിങ്സിനെ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് ലാഭകരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അറിഞ്ഞിരിക്കണം, അല്ലേ? എങ്കിൽ മാത്രമേ അയാളുടെ വെൽത്ത് ഉണ്ടാവുകയുള്ളൂ, അയാൾക്ക് സമ്പാദ്യം ഉണ്ടാവുകയുള്ളൂ, ഫൈനാൻഷ്യലി അയാൾ സെക്യൂർ ആകുകയുള്ളൂ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദീസ് പ്രിൻസിപ്പിളാണ് നമുക്ക് ഈ ഒരു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതിൽ വരുന്ന സബ് എലമെൻ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് കൈവശമുള്ള ഫണ്ട് നമുക്ക് ഏതൊക്കെ അക്കൗണ്ടിലാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക, ഓരോ സേവിങ്സ് അക്കൗണ്ടിൻ്റെയും ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതായത് ഓരോ സേവിങ്സ് അക്കൗണ്ടിലും നമുക്ക് കിട്ടുന്ന, ബാങ്കിലൊക്കെ ആണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് പലതരത്തിലുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് എത്രയാണ്, ലിക്വിഡിറ്റി എത്ര പെട്ടെന്ന് നമുക്കതിനെ ക്യാഷായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ദെൻ ഒരു എമർജൻസി ഫണ്ട്, എല്ലാവരും അവരുടെ ജീവിതത്തിൽ ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ചിലവുകൾ വരിക, ഒന്നെങ്കിൽ നമുക്ക് ജോബ് ലോസ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു മെഡിക്കൽ എമർജൻസി വരിക. അപ്പോൾ അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ എമർജൻസിയുടെ കേസിലൊക്കെ നമ്മളൊരു എമർജൻസി ഫണ്ട്, സാധാരണ പറയുന്ന ഒരു 6 മന്ത്സിലെങ്കിലും നമ്മുടെ വരുമാനം നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം നമ്മൾ, അല്ലെങ്കിൽ 6 മാസത്തേക്ക് വേണ്ട ചിലവുകളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം, ഏതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതായത് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിൾസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സ്റ്റോക്കിൽ, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബോണ്ടുകൾ, ഡിബഞ്ചറുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റ്, നമ്മൾ ലാൻഡ് വാങ്ങിച്ച് നമുക്ക് വിൽക്കാം, അല്ലേ? റിട്ടയർമെൻറ്റിലേക്ക് നമുക്ക് റിട്ടയർമെൻറ്റ് അക്കൗണ്ടുകൾ നമുക്ക് ഓപ്പൺ ആക്കാം, റിട്ടയർമെൻറ്റിലേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഇവിടെ തന്നെ റിസ്ക് ആൻഡ് റിട്ടേൺ, അല്ലേ? ആദ്യം നമുക്ക് റിസ്ക് ആൻഡ് റിട്ടേൺ നോക്കാം. അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. ചില ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് റിസ്ക് കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് ലാഭം കിട്ടുവാണെങ്കിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലയിടത്ത് റിസ്ക് കുറവായിരിക്കും, പക്ഷേ ലാഭവും കുറവായിരിക്കും, അല്ലേ? നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ നമുക്ക് റിസ്ക് കുറവാണ്, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ 8% അല്ലെങ്കിൽ 7% ഒക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ റിസ്ക് കൂടിയ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കിട്ടുമ്പോൾ നമുക്ക് അധികമായിട്ട് ചിലപ്പോൾ 20%, 25% ഒക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ ഓരോന്നിൻ്റെയും റിസ്ക്കും റിട്ടേൺ നമ്മൾ അനാലിസിസ് നടത്തേണ്ടതാണ്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. എല്ലാ സമ്പാദ്യവും ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടിടാതെ നമ്മൾ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതാണ്. എല്ലാ സമ്പാദ്യവും ഒരു സ്ഥലത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറേ ക്യാഷ് നമ്മൾ ബാങ്കിലിടുക, കുറേ ക്യാഷ് ഗോൾഡായിട്ട് സൂക്ഷിക്കുക, കുറേ ക്യാഷ് നമ്മൾ റിസ്ക് കൂടുതലാണെങ്കിലും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ പലതരത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതാണ്. അപ്പോൾ അതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സേവിങ്സും ഒക്കെ ആയിട്ട് നമ്മൾ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് നോക്കുക, മാനേജിങ് ഡെപ്റ്റാണ് മറ്റൊരു എലമെൻറ്റ്, മറ്റൊരു കോമ്പോണൻറ്റ് ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ. അതായത് നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക, നമ്മുടെ കടങ്ങൾ എങ്ങനെ കുറയ്ക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഡെപ്റ്റിൽ പലതരത്തിലുള്ള ഡെപ്റ്റുകൾ നമുക്കറിയാം. അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു തരത്തിൽ ക്രെഡിറ്റ് നമ്മൾ കടമായിട്ട് എടുക്കുന്നത് തന്നെയാണ്. സ്റ്റുഡൻറ്റ് ലോണുകൾ, എഡ്യൂക്കേഷൻ ലോണുകൾ എടുക്കുന്നുണ്ടാകാം, പണയപ്പെടുത്തി എന്തെങ്കിലും നമ്മൾ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടാകും, ലോണായിട്ട് എടുത്തിട്ടുണ്ടാകാം, മറ്റ് പേഴ്സണൽ ലോണുകൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം പലതരത്തിലുള്ള ക്രെഡിറ്റുകൾ ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക, ഡെപ്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഓരോന്നിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഹൗ ഇൻട്രസ്റ്റ് റേറ്റ് അഫക്റ്റ് ദ കോസ്റ്റ് ഓഫ് ബോറോവിങ് ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് റീപെയ്ഡ് ഓവർ ടൈം. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട്, ആ ഒരു എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പേഴ്സണൽ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ 13%, 15% ഒക്കെയാണ് ഇൻട്രസ്റ്റ് ബാങ്കുകൾ ചാർജ് ചെയ്യുക. ഹൗസിംഗ് ലോണൊക്കെ ആണെങ്കിൽ ഒരു 9.15% ഒക്കെ ഹൗസിംഗ് ലോൺ വരാം. ഗോൾഡ് ലോണൊക്കെ ആണെങ്കിൽ, കാർഷിക ലോണൊക്കെ ആണെങ്കിൽ ഗോൾഡ് വെച്ച് കാർഷിക ലോണാണെങ്കിൽ 4.5% കിട്ടും. അപ്പോൾ ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ ബോറോ ചെയ്തിട്ട് പിന്നീട് ക്യാഷ് നമ്മൾ
തിരിച്ചടവിലൊക്കെ എന്തെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, സിബിൽ സ്കോർ എന്നൊക്കെ പറയും, ആ ഒരു സ്കോർ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ നമുക്ക് പിന്നീട് ലോൺ കിട്ടുന്നതിനൊക്കെ തടസ്സം വന്നേക്കാം. അപ്പോൾ ക്രെഡിറ്റ് സ്കോറുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനും അതിൻ്റെ ഇമ്പാക്റ്റ്, ബോറോ ചെയ്യുന്നതിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതായത് ക്രെഡിറ്റ് സ്കോർ താഴെയാണെങ്കിൽ നമുക്ക് ഉയർന്ന പലിശ നിരക്കിൽ മാത്രമേ പിന്നീട് നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബോറോവിങ് കോസ്റ്റ് കൂടും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഡെപ്റ്റ് റീപേയ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉണ്ട് പലതരത്തിലുള്ള. അതായത് നമ്മുടെ ഡെപ്റ്റ് എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് നമുക്ക് റീപേയ്മെൻറ്റ് നടത്താൻ സാധിക്കുക എന്നുള്ളത്. അത് ഉദാഹരണത്തിന് സ്നോബോൾ സ്ട്രാറ്റജി, അവാറഞ്ച് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. ഈ സ്നോബോൾ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഫോക്കസ് ഓൺ പേയിങ് ഓഫ് യുവർ ഡെപ്റ്റ് ഇൻ ദി ഫോം ഇൻ ദി ഓർഡർ ഫ്രം ദി സ്മോളസ്റ്റ് ബാലൻസ് ടു ദി ലാർജസ്റ്റ്. അതായത് നമ്മുടെ കൈവശമുള്ള ചെറിയ ചെറിയ ഡെപ്റ്റുകൾ ആദ്യം അടച്ചു ചേർത്തിട്ട് പിന്നീട് വലിയ വലിയ ഡെപ്റ്റുകൾ അടച്ചു തീർക്കുന്ന ആ ഒരു ഡെപ്റ്റ് പേയ്മെൻറ്റ് രീതിയാണ് സ്നോബോൾ മെത്തേഡ് എന്ന് പറയുന്നത്. അവാലഞ്ച് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ പേയിങ് ഓഫ് ഡെപ്റ്റ് ഇൻ ഓർഡർ ഓഫ് ദി ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കടങ്ങൾ നമ്മൾ ആദ്യം അടച്ചു തീർക്കുന്നു. അതായത് നമ്മുടെ കടത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ എമൗണ്ട് നമ്മൾ നോക്കുന്നില്ല. ഏത് കടങ്ങൾക്കാണോ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് അത് ആദ്യം അടച്ചു തീർക്കുകയും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത് നമ്മൾ പിന്നീട് അടച്ചു തീർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു റീപേയ്മെൻറ്റ് മെത്തേഡാണ് അവാലഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പേര് മാത്രമേ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളൂ, അതെന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ അവോയ്ഡിങ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഒഴിവാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഡെപ്റ്റ് ട്രാപ്പിൽ, കടക്കെണിയിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബാങ്കുമായിട്ടൊക്കെ സംസാരിച്ചു അല്ലെങ്കിൽ റീപേയ്മെൻറ്റിൻ്റെ എമൗണ്ട് കൂട്ടിയൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഒരു ആഘാതത്തിൽ നമ്മൾ പുറത്തു കിടക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഇനി 4ാമത്തെ പോയിന്റ്, അണ്ടർസ്റ്റാൻഡിങ് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ പലതരത്തിലുള്ള ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് ലോൺ എടുക്കാൻ വേണ്ടിയാണെങ്കിലും അതിനൊക്കെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ആ ഒരു രീതികളെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബാങ്കിങ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ പണങ്ങൾ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ബാങ്കിങ് പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ദെൻ ക്രെഡിറ്റ് ആൻഡ് ലോണുകൾ, പലതരത്തിലുള്ള ക്രെഡിറ്റ് ലോണുകൾ, കടമായിട്ട് നമ്മൾ എമൗണ്ട് വാങ്ങിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതൊരു ലോൺ തന്നെയാണ്. പേഴ്സണൽ ലോൺ എടുക്കാം, മോർട്ട്ഗേജ് ലോൺ പണയപ്പെടുത്തി എടുക്കാം, ഓട്ടോ ലോൺ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ അല്ലേ, വാഹന വായ്പകൾ അത്തരത്തിൽ, അല്ലെങ്കിൽ ഗോൾഡ് ലോണ്, പലതരത്തിലുള്ള ലോണുകളുണ്ട് അല്ലേ. ദെൻ പലതരത്തിലുള്ള ഇൻഷുറൻസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം, നമ്മുടെ വാഹനത്തെ ഇൻഷുർ ചെയ്യാം, നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ വീടിനെ ഇൻഷുർ ചെയ്യാം അല്ലേ. അതൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ റിട്ടയർമെൻറ്റ് അക്കൗണ്ട്സിനെ കുറിച്ച്, റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ റിട്ടയർമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാഷ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള റിട്ടയർമെൻറ്റ് സ്കീമുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് 401(k) പ്ലാൻസ്, IRA ഇൻഡിവിജ്വൽ റിട്ടയർമെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിട്ടയർമെൻറ്റ് പ്ലാനുകളൊക്കെ എന്ന് പറയുന്നത് US അമേരിക്കയിൽ ഒക്കെ ഉള്ള റിട്ടയർമെൻറ്റ് അവരുടെ അക്കൗണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനുകളൊക്കെയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് EPF, നാഷണൽ പെൻഷൻ സ്കീം NPS, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് PPF, ഒപ്പം തന്നെ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം. അപ്പോൾ അതൊക്കെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനുകളും അക്കൗണ്ടുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പേരുകൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ പെൻഷൻ കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്കീമുകളൊക്കെ നമുക്ക് ചേരാവുന്നതാണ് റിട്ടയർമെൻറ്റിലേക്ക്. ദെൻ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം. നമുക്ക് സ്വന്തമായിട്ട് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സിനെ സമീപിക്കാവുന്നതാണ്. തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു കോമ്പോണൻ്റാണ് ടാക്സേഷൻ എന്ന് പറയും. അപ്പോൾ ടാക്സേഷൻ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ അവരുടെ വരുമാനത്തിന്മേൽ നികുതി അടയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ നികുതി എങ്ങനെ പരമാവധി കുറച്ചടയ്ക്കാം, അതായത് നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാക്സ് ബേർഡൻ നമുക്ക് പരമാവധി കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. അതുതന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഉണ്ട്. പലതരത്തിലുള്ള ടാക്സുകളുണ്ട്. ഇൻകം ടാക്സ്, അതായത് ഇൻഡിവിജ്വൽ വ്യക്തികൾക്ക് അവരുടെ വരുമാനത്തിൽ മേൽ കൊടുക്കുന്ന, ഉദാഹരണത്തിന് സാലറി ഇൻകം കിട്ടുമ്പോൾ അതിന്മേൽ കൊടുക്കുന്ന വരുമാനമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്. നമ്മുടെ ബിൽഡിങ്ങിനും മറ്റും നമ്മൾ ലോക്കൽ ആയിട്ട് നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ അടയ്ക്കുന്ന ടാക്സ് ഇല്ലേ, അപ്പോൾ അതൊക്കെ പ്രോപ്പർട്ടി ടാക്സിൻ്റെ കീഴിൽ വരും. സെയിൽസ് ടാക്സ് നമുക്ക് ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ടല്ലേ. ഇതിന് പകരമായിട്ടാണ് നമുക്ക് GST ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. 2017 മുതൽ ഇന്ത്യയിൽ GST ആണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലില്ലാത്തൊരു ടാക്സാണ്. ദെൻ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട്. നമ്മൾ ഷെയറുകളൊക്കെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ടാക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ GST എന്നുള്ളത് സെൽഫ് ടാക്സ് എന്നുള്ളിടത്ത് നിങ്ങൾ GSTയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ ടാക്സ് ബ്രാക്കറ്റ്സ്, അതായത് ടാക്സ് ബ്രാക്കറ്റ് വർക്ക് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ ടാക്സബിൾ ഇൻകം. നമ്മൾ നികുതി അടയ്ക്കുന്നത് ഓരോരോ ടാക്സ് ബ്രാക്കറ്റുകളായിട്ട് തരംതിരിച്ചാണ്. അതായത് 3 lakhs വരെ ടാക്സ് ഇല്ല വരുമാനത്തിന്, 3 lakhs മുതൽ 6 lakhs വരെ 5%, അങ്ങനെ ആ ഒരു പലതരത്തിലുള്ള ടാക്സ് ബ്രാക്കറ്റുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ഇപ്പോൾ ന്യൂ റെജീമോ ഓൾഡ് റെജീം എന്നൊക്കെ പറഞ്ഞ് ടാക്സിൻ്റെ ആ ഒരു ഘടനയെ തന്നെ പലതരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ ടാക്സ് ഡിഡക്ഷൻസ് ആൻഡ് ക്രെഡിറ്റ്സ്. ടാക്സ് ഡിഡക്ഷൻ എങ്ങനെയാണ്? ടാക്സിൽ നമ്മൾ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളുണ്ട്. ഉദാഹരണത്തിന് PF നമ്മൾ നിക്ഷേപിക്കുന്ന തുക ടാക്സിൽ നിന്ന് നമുക്ക് അതിൻ്റെ അത് നമ്മൾ എക്സ്പെൻസായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അത് കുറച്ചിട്ടുള്ള ഇൻകത്തിന്മേൽ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ടാക്സ് ഡിഡക്ഷൻസ് ആൻഡ് ക്രെഡിറ്റ്സ് നോക്കണം. ദെൻ ഫയലിംഗ് ടാക്സസ്, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ ഡെഡ് ലൈൻ ലാസ്റ്റ് ഡേറ്റ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയർ മനസ്സിലാക്കണം. ടാക്സിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ടാക്സ് പ്ലാനിങ്, അതായത് ടാക്സ് ലയബിലിറ്റി എങ്ങനെ ഏറ്റവും കുറയ്ക്കാം, നമ്മുടെ ഫ്യൂച്ചറിൽ ടാക്സ് ഒബ്ലിഗേഷൻ, ടാക്സ് കൊടുക്കാനുള്ള ബാധ്യതയിൽ നിന്ന് എങ്ങനെ പരമാവധി ഒഴിവാവാം തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അതായത് ഫൈനാൻഷ്യൽ റിസ്ക് നമുക്ക് ഈ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള ലോസ് നമ്മൾ എങ്ങനെ പരമാവധി കുറയ്ക്കാം, അതിൽ നിന്ന് എങ്ങനെ പ്രൊട്ടക്ഷൻ എടുക്കാം, എങ്ങനെ ഫിനാൻഷ്യൽ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാം, ഈ ഫിനാൻഷ്യൽ റിസ്ക് എങ്ങനെ നമുക്ക് കുറയ്ക്കാം ലഘൂകരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് വരിക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം കണ്ടു പലതരത്തിലുള്ള ഇൻഷുറൻസുകൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ രോഗം വരുന്നതിന് അതിനെതിരെ നമുക്ക് ഇൻഷുറൻസ്, അതിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. ആക്സിഡൻറ്റ് ആയിട്ട് സംഭവിക്കുക അതിന് നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് ഇൻഷുറൻസ് എടുക്കാം, അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ്, വാഹന ഇൻഷുറൻസ്, തേർഡ് പാർട്ടി ഇൻഷുറൻസ് അതിൻ്റെ ഭാഗമായിട്ട് വരും. ദെൻ പ്രോപ്പർട്ടി ഡാമേജ് വരുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഇൻഷുറൻസ്, നമ്മുടെ വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് മേലും ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ പലതരത്തിലുള്ള ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമുക്ക് റിസ്ക് കുറയ്ക്കാം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ദെൻ എമർജൻസി ഫണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസുകൾ കവർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു 6 monthsലേക്ക് വേണ്ട ചിലവുകൾക്ക് വേണ്ട എമൗണ്ടെങ്കിൽ നമ്മളൊരു എമർജൻസി ഫണ്ടായിട്ട് സെപ്പറേറ്റ് ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി നിക്ഷേപിക്കാതെ പല കാറ്റഗറിയിലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടതാണ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ നമ്മൾ ഹെഡ്ജിങ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതായത് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞ രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ലോസസ് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഹെഡ്ജിങ് എന്ന് പറയുക. ഇനി അടുത്ത റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ആണ് ഫൈനാൻഷ്യൽ ലിറ്ററസിയുടെ 7ാമത്തെ കോമ്പോണൻറ്റ്. റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിട്ടയർമെൻറ്റ് അക്കൗണ്ടുകൾ, നമ്മൾ GPF, PPF, സീനിയർ സിറ്റിസൺസ് സേവിങ് സ്കീമുകൾ, ആ പത്രത്തിലുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ റിട്ടയർമെൻറ്റ് അക്കൗണ്ടും അതിൻ്റെ ടാക്സ് അഡ്വാൻറ്റേജ് ഫണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ദെൻ കോൺട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ് നോക്കണം. അതായത് സെറ്റിംഗ് എസൈഡ് എ പോർഷൻ ഓഫ് ഇൻകം ഫോർ റിട്ടയർമെൻറ്റ്. നമുക്ക് കിട്ടുന്ന ചെറിയ വരുമാനമാണെങ്കിലും അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ നമ്മുടെ ഭാവിയിൽ റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് നമ്മൾ നീക്കി വെക്കേണ്ടതാണ്. ഒപ്പം തന്നെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, നമ്മൾ ജോലി ചെയ്യുന്ന എവിടെയാണോ എംപ്ലോയറും നമ്മുടെ റിട്ടയർമെൻറ്റ് ഫണ്ടിലേക്ക് സാധാരണ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം പോലുള്ള പുതിയ പെൻഷൻ സ്കീമുകളിലൊക്കെ എംപ്ലോയി ഇടുന്ന തുല്യമായൊരു തുക തന്നെ എംപ്ലോയറും ഗവൺമെൻറ്റും സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ടിലേക്ക് സാധാരണ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ദെൻ നമുക്ക് റിട്ടയർമെൻറ്റ് ഗോൾ ഉണ്ടായിരിക്കണം. എന്നാണ് നമ്മൾ റിട്ടയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഗവൺമെൻറ് ജീവനക്കാരല്ല, ഒരു പ്രൈവറ്റ് ജീവനക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം എപ്പോഴാണ് റിട്ടയർ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പോൾ പ്രൈവറ്റായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ജോലിയാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം. അപ്പോൾ റിട്ടയർമെൻറ്റ് ഏജ് തീരുമാനിക്കാം, നമുക്ക് അതിനുശേഷം എത്ര ഇൻകം ആവശ്യമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്, നമുക്ക് റിട്ടയർമെൻറ്റ് സേവിങ്സ്, റിട്ടയർമെൻറ്റ് ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു തുകയൊക്കെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ വഴികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യണം. ഒപ്പം തന്നെ വിഡ്രോവൽ പ്ലാനിങ് നമ്മൾ ചെയ്യണം. അതായത് നമുക്ക് റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് ജീവിക്കാൻ വേണ്ടി നമുക്ക് പണം ആവശ്യമാണ് അല്ലേ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം കുറേശ്ശെയായിട്ട് നമ്മൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി 8ാമത്തെ പോയിൻ്റ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു തീരുമാനം എടുക്കുന്നതിനെയാണ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് നമ്മുടെ മുന്നിലുള്ള പലതരത്തിലുള്ള ഓപ്ഷൻസ് അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷനൊക്കെ നമ്മൾ അനാലിസിസ് നടത്തിയിട്ട്
നമ്മളൊരു ഡിസിഷൻ എടുക്കണം അല്ലേ. അപ്പോൾ ബിഫോർ മേക്കിംഗ് ഡിസിഷൻ വി ഹാവ് ടു അനലൈസ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് ഇവാലുവേറ്റ് അവർ ഓപ്ഷൻസ് അല്ലേ. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ദെൻ റിസർച്ച് സ്കിൽസ് ഉണ്ട്. നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ ഗാദർ ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷനും ഡാറ്റയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് എടുക്കാനുള്ള ഒരു കഴിവിനെയാണ് റിസർച്ച് സ്കിൽ എന്ന് പറയുക. ദെൻ കമ്പാരിറ്റീവ് അനാലിസിസ് നമ്മൾ നോക്കണം. നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ പല പ്രൊഡക്റ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ. ഒരു സർവീസ് എടുക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള സർവീസുകൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബെസ്റ്റ് ചോയ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള കമ്പാരിസൺസ് നമ്മൾ നടത്താറുണ്ട്. അതാണ് കമ്പാരിറ്റീവ് അനാലിസിസ്. ദെൻ ഫ്യൂച്ചർ പ്ലാനിങ് നമ്മൾ നോക്കേണ്ടതാണ്. അതായത് ആൻറ്റിസിപ്പേറ്റിംഗ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ നീഡ്സ് ആൻഡ് പ്ലാനിങ് അക്കോർഡിംഗ്ലി. നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ് എന്താണ്, അത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ ഒരു പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ നമ്മൾ എത്തിക്കലായിട്ടുള്ള ചില കൺസിഡറേഷൻസ് നമ്മൾ എടുക്കേണ്ടതാണ്. അതായത് നമ്മൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ അൺഎത്തിക്കലായിട്ടുള്ള അധാർമികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുക്കണം. നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് അത് എത്തിക്കലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി അലൈൻ വിത്ത് ദി പേഴ്സണൽ വാല്യൂസ്. നമ്മൾ ഫോളോ ചെയ്യുന്ന വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങൾ മുറകെ പിടിക്കുന്ന അത് ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഫൈനാൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കോമ്പോണൻസ് ഓഫ് ഫിനാൻഷ്യൽ ലിറ്ററസി എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ MCQ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ MCQ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ ടൈം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ MCQ ഞാൻ ഓർക്കുന്നത് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ 1-2 ക്ലാസ്സുകൾക്ക് ശേഷം ഒരുമിച്ച് MCQൻ്റെ ഒരു ക്ലാസ് എടുക്കാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ക്ലാസ് മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.